പ്രതിസന്ധിയുടെ ആഴത്തിൽ നിൽക്കുന്ന ചലച്ചിത്ര മേഖലയ്ക്ക് പുത്തൻ ഉണർവെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തെ പൊതുവിൽ വായിക്കുന്നത്. കൊച്ചിയിലെ ഫിലിം സിറ്റിയും സിനിമയെ വ്യവസായമായി പരിഗണിക്കുന്നതും കൈത്താങ്ങാകാൻ ബജറ്റ് പ്രഖ്യാപനത്തിന് സാധിക്കുമെന്ന് വരും നാളുകൾ മറുപടി പറയും. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സിനിമാ മേഖലയ്ക്ക് വാരിക്കോരി. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റായിരുന്നു. ബജറ്റിനെ പ്രകീർത്തിക്കുന്ന പതിവില്ലാത്ത കുറിപ്പിന് പിന്നാലെ പ്രധാന കാരണം ചലച്ചിത്ര മേഖലയോടുള്ള പരിഗണനയായിരുന്നു. കൊച്ചിയിലെ ഫിലിം സിറ്റിയും വ്യവസായമെന്ന പരിഗണനയും. മലയാള സിനിമ മേഖലയെ വികസിപ്പിക്കാൻ സർക്കാർ സമഗ്ര പദ്ധതികൾ തയ്യാറാക്കും. ഇതിന്റെ ഭാഗമായി JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ചിത്രനഗരം കൊച്ചിയിൽ സ്ഥാപിക്കും. സാമ്പത്തിക പ്രതിസന്ധിയും നിർമ്മാണ ചെലവും നികുതി ഭാരവും നാൾക്കുനാൾ പരാതിയായി മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുന്നിൽ നിരവധി തവണ നിവേദനമായും നിർദ്ദേശമായും സിനിമാ സംഘടനകൾ ഉയർത്തിയിട്ടുണ്ട്. കലാപരമായ സൃഷ്ടി എന്ന ടാഗ്ലൈൻ കൂടപ്പുറപ്പായിരുന്ന ചലച്ചിത്ര മേഖലയ്ക്ക് പരിമിതികളും പതിവായിരുന്നു. സിനിമാ കോൺക്ലേവുകളോ മാരത്തോൺ ചർച്ചകളോ പരാതി പരിഹാര മാർഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 100-200 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് പലർക്കും ബാധ്യതയായിരുന്നു, ചിലർക്ക് അപ്രാപ്യവും. നിർമ്മാണം മുതൽ പ്രദർശനം വരെ നികുതിയും സെസ്സും നിറഞ്ഞ നഷ്ടത്തിന്റെ ബാലൻസ് ഷീറ്റായി മേഖല മാറ്റവെയാണ് ഈ പ്രഖ്യാപനം. കൊച്ചിയിൽ സർക്കാർ സംവിധാനത്തിൽ ഫിലിം സിറ്റി വരുന്നതോടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന വലിയ കടമ്പയിൽ സാമ്പത്തിക ഞെരുക്കത്തെ കുറച്ചൊക്കെ പിടിച്ചുകെട്ടാൻ സാധിക്കുമെന്നാണ് ചലച്ചിത്ര ലോകത്തിന്റെ പ്രതീക്ഷ. അന്താരാഷ്ട്ര നിലവാരമെന്ന പ്രഖ്യാപനം സാങ്കേതികമായി നൂതന സംവിധാനങ്ങളെ ആശ്രയിക്കുമെന്ന ആശയത്തിന് ചിറകു നൽകുന്നതാണ്. ഒട്ടുമുക്കാൽ ചിത്രങ്ങളുടെയും പോസ്റ്റ് പ്രൊഡക്ഷൻ കൊച്ചിയിലായതിനാൽ തന്നെ ചിലവിനെ ചുരുക്കാമെന്നാണ് പ്രതീക്ഷ. വ്യവസായമെന്ന പ്രഖ്യാപനത്തിലൂടെ നികുതിയിലെ വേലിയേറ്റങ്ങളെ ഇനി ഭയപ്പെടേണ്ട എന്ന ആശ്വാസമാണ് ചിലർക്ക് ബാക്കി. കൊച്ചിയിൽ എന്ന പരിമിതി വടക്കും തെക്കും ബാധിക്കില്ല എന്നാണ് സംഘടനകൾ പറയുന്നത്. നിലവിൽ കൊച്ചി തന്നെയാണ് സിനിമാ ഹബ്ബ്. യാത്രാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യവും കൂടുതലാണ് കൊച്ചിയിൽ. കാലങ്ങളായി മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ച ആശ്വാസത്തിലാണ് സിനിമാ മേഖല നിലവിലുള്ളത്. പ്രതിസന്ധികൾ പ്രായോഗിക തലത്തിലേക്ക് എത്തുമ്പോൾ ഗുണദോഷവശങ്ങൾ വീണ്ടും ഇഴകീറി പരിശോധിക്കപ്പെടുമെന്നതാണ് മറ്റൊരു സത്യം. അന്താരാഷ്ട്ര സിനിമകളെ പോലും ആകർഷിക്കാനുതകുന്ന ഒരു ഫിലിം സിറ്റി എന്നതാണ് ബജറ്റിലെ പ്രഖ്യാപനം. പ്രതീക്ഷകൾ വാനോളമാണ്. പ്രായോഗിക തലത്തിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം കാത്തുസൂക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ലാൽകൃഷ്ണ, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.